യഹോശുവ മിശിഹായ്ക്ക് സ്തുതി. ദൈവഭക്തിയിൽ നിങ്ങൾക്ക് പരിശീലനം നേടണ്ടേ? ഈ അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കേണ്ടേ? ഞാനിത് പറയുമ്പോൾ ആത്മീയ പ്രാക്ടീസ് നടത്തുന്ന ഒരു ക്രിസ്ത്യാനി എന്താ വിചാരിക്കുക? എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ദശാംശം കൊടുക്കണം, കുർബാന കൂടണം, കുമ്പസാരിക്കണം, അല്ലേ? അങ്ങനെ നല്ലത് മാത്രം മറ്റുള്ളവർക്ക് മുൻപിൽ കാണിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ആത്മീയ പ്രാക്ടീസ് ചെയ്ത് സ്വർഗത്തിൽ പോകാനായിട്ട് പരിശ്രമിക്കുകയാണ് ഇന്ന് ക്രിസ്ത്യാനി. എന്നാൽ ഈ ആത്മീയ പ്രാക്ടീസ് തന്നെയല്ലേ ഹിന്ദുക്കളും മുസ്ലിമുകളും എന്ന് വേണ്ട എല്ലാ മതക്കാരും ചെയ്യുന്നത്? അവരവർ ജനിച്ചു വളർന്ന മതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. എന്നിട്ട് അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നു, അല്ലേ? അപ്പോൾ പിന്നെ ക്രിസ്ത്യാനി, നിന്നിൽ എന്താണ് മഹത്വമുള്ളത്? ദൈവം യേശുവായിട്ട് വന്നു എന്ന പരിജ്ഞാനം കൂടുതൽ കിട്ടിയ ക്രിസ്ത്യാനി, കൂടുതലായിട്ട് നിൻ്റെ എന്താണ് ദൈവത്തിന് കൊടുക്കാനുള്ള താലന്ത് ഉള്ളത്? മറ്റുള്ളവരെ പോലെ തന്നെയല്ലേ നീയും ഉള്ളത്? 1 തിമോത്തിയോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:8 പറയുന്നുണ്ട്, ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും ഒഴിച്ച്, അതായത് അവഗണിച്ച് ദൈവഭക്തിയിൽ പരിശീലനം നേടണമെന്ന്. മനസ്സിലായി? അതായത് ശാരീരിക അധ്വാനം അല്പപ്രയോജനമുള്ളതാണ്, എന്നാൽ ആത്മീയത ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്ന വാഗ്ദത്തമുള്ളതിനാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അതായത് ആത്മീയത കാണിക്കേണ്ടത് ശരീരാധ്വാനത്തിലല്ല അന്ന് വ്യക്തമായിട്ടാണ് പറയുന്നത്. ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ആത്മാവ് അത് കത്തുമ്പോൾ ദൈവവുമായിട്ട് കണക്റ്റ് ആകും. അതായത് ഇത് വൈഫൈ, നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കണക്റ്റ് ആവണമെങ്കിൽ ഒരു റേഞ്ചിലായിരിക്കണം, അല്ലേ? അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഒരു റേഞ്ചിൽ വരണം, ഒരു കണക്ഷൻ വരണം. എന്നാലാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവുകയുള്ളൂ. അൺകോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയാലേ നമ്മുടെ ബോഡിയെ ദൈവാത്മാവിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ദൈവികമായ എല്ലാ പരിജ്ഞാനങ്ങളും ഒളിഞ്ഞു കിടക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ്. ജെറമിയ 2:2 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ച് ഞാൻ ഓർക്കുന്നു എന്ന്. അതായത് നമ്മുടെ ഇല്ലായ്മയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആ ദൈവസ്നേഹം മനസ്സിലാക്കി അതെന്നും ഓർമ്മിച്ച് വെക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ആ ഒരു അപ്പൻ്റെ സ്നേഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്താണ് ഒരു ബോധ്യം ഉള്ളത്? അതായത് ക്രിസ്ത്യാനി വിചാരിക്കുകയാണ്, എനിക്കൊരു ദൈവമുണ്ട്, അല്ലേ? ആ ദൈവത്തിനെ എല്ലാം കൊടുത്ത് പ്രസാദിപ്പിക്കണം, സ്തുതിക്കണം, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുന്നേ, അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും, അല്ലേ? അതിന് വേണ്ടിയിട്ട് കാണാപ്പാടം പഠിച്ച കുറേ ജപങ്ങൾ ചൊല്ല, അല്ലെങ്കിൽ കൊന്ത ചൊല്ല. ഒരു പക്ഷെ അതൊക്കെ ചൊല്ലുമ്പോൾ മനസ്സ് പോലും അവിടെ ഉണ്ടാവില്ല, ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? പിന്നെ ഇടയ്ക്കിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ റിപ്പയറിന് കയറ്റുന്ന മാതിരി നമ്മൾ ഇടയ്ക്കിട്ട് ഓരോ ധ്യാനവും കൂടും, അല്ലേ? ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും മാത്രം നടത്തി തരാനായിട്ട് ഒരു ദൈവം, അല്ലേ? പിന്നീട് ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്, നേരിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ യോഗ്യനല്ല, അതെനിക്ക് കുറേ പാപമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മധ്യസ്ഥർ വേണമെന്ന്. ദൈവത്തിനും എനിക്കും ഇടയിൽ കുറേ മധ്യസ്ഥർ, ആ മധ്യസ്ഥരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കാര്യം നേടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി. അതല്ലേ ഇന്ന് ക്രിസ്ത്യാനിയുടെ ഒരു ചിന്ത? നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കി. അപ്പോൾ കാര്യം നേടാൻ മാത്രമായിട്ട് അപ്പനെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം യഹൂദൻ്റെ ദൈവമല്ലേ? നിനക്ക് മാത്രമായിട്ട് പുതിയ നിയമത്തിൽ ഒരു ദൈവം ഉണ്ടോ? അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് യഹൂദന് ഇഷ്ടമല്ല, അല്ലേ? ദൈവത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ലേ? യഹൂദനെ വേണ്ട, അതുകൊണ്ട് ഇനി എനിക്ക് യഹൂദൻ്റെ ആവശ്യമില്ല, യഹൂദൻ എന്നെ ഒറ്റിക്കൊടുത്തു, ഇനി ക്രിസ്ത്യാനിയാണ് എൻ്റെ ദൈവമെന്നോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് എന്ന് പേര് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ജനതയെയോ എവിടെയെങ്കിലും നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടോ? അതായത് ക്രിസ്ത്യാനിയാണ് ഇന്ന് എൻ്റെ മക്കള്, യഹൂദൻ എന്നെ ഒറ്റിക്കൊടുത്തു, അതുകൊണ്ട് യഹൂദൻ ഇന്ന് എൻ്റെ മക്കളല്ല എന്ന് കർത്താവ് ബൈബിളിൽ എവിടെയെങ്കിലും കർത്താവിൻ്റെ മരണശേഷം ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ശിഷ്യന്മാർ അതാണോ പഠിപ്പിച്ചത്? അല്ലല്ലോ. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനി യഹൂദരെ ശത്രുവായി കാണാണ്. യഹൂദര് കർത്താവിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട്.
പിന്നെ ക്രിസ്ത്യാനി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അവൻ്റെ കറണ്ട് ബില്ലും പ്രധാനപ്പെട്ട എല്ലാ രേഖകളും എല്ലാം സൂക്ഷിക്കുന്ന ഒരു പുസ്തകം മാത്രമാണ് ബൈബിള് അവന്. ഇനി എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടിപ്പോയിട്ട് തത്തമ്മ ചിട്ടെടുക്കണ മാതിരി ആ ബൈബിൾ എടുക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയേക്കുന്നത് ചീത്ത കാര്യമാണെങ്കിൽ അയ്യോ സോറി ഞാൻ പ്രാർത്ഥിച്ചില്ല, ഇത് എനിക്കല്ല ഉള്ളതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ എടുക്കും, അത് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതൊക്കെയാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യാനിക്ക് നന്മ തരുന്ന ഒരു കർത്താവിനെ മാത്രമേ ക്രിസ്ത്യാനിക്ക് ആവശ്യമുള്ളൂ. കഷ്ടപ്പാടാണ് തരുന്നെങ്കിൽ അത് സാത്താൻ തരുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ദൈവത്തെ മറന്ന് ജീവിച്ചത് കൊണ്ട് അത് തന്ന ശിക്ഷയാണ്. ഇതൊക്കെയാണ് ഒരു കത്തോലിക്കൻ്റെ സാധാരണമായ ചിന്ത അല്ലേ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, യേശുവ ക്രൂശിൽ മരിച്ചത് നിന്നെ ഭൂമിയിലെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാനല്ല, ഭാവിയിൽ നിന്റെ നരകയാതനയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് യേശുവ ക്രൂശിൽ മരിച്ചത്. കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടാവും, മനസ്സിലായോ? അതിൽ നീന്തിക്കേറി വരുന്ന ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് യേശുവാക്ക് ആവശ്യം, മനസ്സിലായോ? ഇനി അത് കത്തോലിക്കരുടെ കാര്യം. ഇനി ഈ കത്തോലിക്കയിൽ അപൂർണത കണ്ട് കുറേ പേര് പെന്തക്കൊസ്ത, യഹോവ, യാക്കോബിയറ്റ്, പിന്നെ ഇതിന് എംബ്രർ മാനുവൽ, അങ്ങനെ 100 സഭകൾ വന്നല്ലേ. എന്നിട്ട് പരസ്പരം തല്ലും അല്ലേ. നിങ്ങൾ അതായത് പുറപ്പാട് 32:2 അല്ലേ. അതായത് അവിടെ എന്താ നമ്മൾ കണ്ടത്? കഴിഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞല്ലേ, മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ വൈകിയപ്പോൾ ഈ ഇസ്രായേൽക്കാരുടെ ഇടയിലുണ്ടായിരുന്ന സമ്മിശ്ര ജാതികൾ എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. സമ്മിശ്ര ജാതികൾ അഹ്റോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദേവനെ വേണം, ഞങ്ങൾക്കൊരു ദേവനെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞല്ലേ. അതായത് സമ്മിശ്ര ജാതികൾ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാർ പുറപ്പെട്ടപ്പോൾ അവർ ഇടകലർന്ന് പോയി. അപ്പം മറ്റുള്ള ജാതികളും ഈജിപ്തുകാരും ഒക്കെ അവരുടെ ഇടയിലുണ്ട്. അവരാണ് ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അവരെയാണ് സമ്മിശ്ര ജാതികൾ എന്ന് പറയുന്നത്. ഇന്നുമുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ അഷ്കനസികൾ, അതായത് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഈ യഹൂദർ ആയി കുടിയേറി പാർത്തവർ. പെട്ടെന്നൊരു രാഷ്ട്രം ഇവർ നിർമ്മിക്കാൻ ആലോചിച്ചപ്പോൾ ഇത്ര ജനസംഖ്യ വേണമെന്നുണ്ടായപ്പോൾ ആഗ്രഹമുള്ളവർ അങ്ങനെ കയറിപ്പോന്നവരുണ്ട്, അവർ അഷ്കനസികൾ എന്ന് പറയും. അപ്പോൾ ഇന്നും അങ്ങനെയും കുറേ പ്രശ്നങ്ങൾ ഇസ്രായേലിൽ ഉണ്ട്. അപ്പോൾ അന്നത്തെ ആ സമ്മിശ്ര ജാതികളുടെ നിർബന്ധത്തിന് വഴങ്ങി എന്താ ചെയ്തത് അഹ്റോൻ? നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയൊക്കെ സ്വർണം കൊണ്ടുവായോ എന്ന് പറഞ്ഞ് ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് അവർ ആരാധിച്ച് തെറ്റ് ചെയ്തല്ലേ. അപ്പോൾ കാളക്കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഈ വചനം ആഭരണം ഊരി കൊടുത്തിട്ടാണല്ലോ ഇതിനുണ്ടാക്കിയത്. ഈ വചനം പൊക്കി പിടിച്ചിട്ടാണ് പെന്തക്കോസ്തക്കാർ എന്ത് പറയണത്? ഞങ്ങൾക്ക് അതായത് ആഭരണം ധരിക്കാൻ പാടില്ല എന്ന് പറയണത് അല്ലേ. അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ. പക്ഷെ നമ്മൾ ഈ പുറപ്പാട് 35:22 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മോശ സമാഗമ കൂടാരം നിർമ്മിക്കുകയാണ് ദൈവത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വീണ്ടും അവർ സ്വർണ്ണം ഊരി കൊടുക്കുന്നുണ്ട്, അവരുടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ സ്വർണ്ണം ഊരി കൊടുക്കുന്നത്. അപ്പം അതായത് അന്ന് സ്വർണ്ണം ഊരി കൊടുത്തെങ്കിലും വീണ്ടും അവർ സ്വർണം ധരിച്ചിട്ടുണ്ട്, മനസ്സിലായി. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ഓരോ അന്ധവിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു അപ്പം ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥം തെറ്റിച്ചിട്ടാണ് അവർ നമ്മൾ വഴിതെറ്റിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സഭകൾ ഏതൊക്കെയായാലും അവർ ഹിന്ദുക്കളെ ആയാലും മറ്റുള്ള ജാതിക്കാരെയൊക്കെ അവർ സഭയിലേക്ക് നയിക്കുകയാണ്. എന്തിനാണ്? ദശാംശം കിട്ടാനായിട്ട് അല്ലേ. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവരെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന അവരെ വഴിതെറ്റിക്കുമ്പോൾ അവരെ ഇരട്ടി നരകത്തിലേക്ക് നയിക്കുന്നു എന്ന് തിരുവചനം പറയണത്, മനസ്സിലായോ? ഇതുപോലെ ഓരോരോ സഭയും, ഇതിപ്പോൾ പെന്തക്കോസ്ത എന്ന് മാത്രമല്ല, ഓരോരോ സഭയും ദൈവത്തിൽ നിന്നകന്ന് അവരവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നോർക്കണം, യേശുവ പോലും പ്രാർത്ഥിച്ചത് യഹൂദർക്ക് വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം 17:9 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല, അവിടുത്തെ യഹൂദരായ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 17:16 പറയുന്നുണ്ട്, കാരണം ഞാൻ ഈ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെ അല്ല. യേശു എന്താ പറഞ്ഞത്? ഈ ലോകം എൻ്റെ അല്ല, ഈ ലോകം ശരിക്കും സാത്താൻ്റെയാണ്. അതിൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലേ. അപ്പോൾ ഈ ലോകം എൻ്റെ അല്ലാത്തതുപോലെ പറഞ്ഞത് അവരൊരു ട്വിസ്റ്റഡ് ജനതയാണ് എന്ന്. പക്ഷേ
അപ്പം നീ ചോദിക്കും, നിനക്കൊന്നും രക്ഷയില്ലേ, യഹൂദന് മാത്രമേ രക്ഷയുള്ളൂ എന്നല്ലേ? പക്ഷെ രക്ഷയുണ്ട്. എങ്ങനെ? യഹൂദനോട് ഒട്ടിച്ചേർന്നാൽ നിനക്ക് രക്ഷയുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 17:20 അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് യേശു പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ യേശുവായിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളത്. പിന്നെ 17:22 യോഹന്നാനിൽ താഴെ പറയുന്നുണ്ട്, നാം ഒന്നായിരിക്കുന്നത് പോലെ, അതായത് പിതാവായ ദൈവവും യേശുവായും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടത് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു എന്ന്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പൗലോസ്ലീഹ പറഞ്ഞ മാതിരി കാട്ടൊലിവായ നമുക്ക് രക്ഷ വേണോ, എന്ത് ചെയ്യണം? നാട്ടൊലിവായ യഹൂദനോട് ചേരണമെന്നാണ് അല്ലേ? പക്ഷെ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മളെ മാറ്റി പഠിപ്പിച്ച് ക്രിസ്ത്യാനിയെ എന്താ പറയുക, അതിൻ്റെ അർത്ഥമൊക്കെ മാറി നമ്മളിങ്ങനെ ഹൃദയ ലിഖിതങ്ങളിൽ എഴുതി വെച്ച് അടിവരയിട്ട് അത് മാറ്റി ഇങ്ങനെയാണെന്ന് പറയുന്ന ഞങ്ങളെയൊക്കെ നിങ്ങൾ എന്താ പറയുക, മാനസികമായിട്ടും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വാദിച്ച് നിൽക്കാൻ, അതായത് അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അവർക്ക് മാറ്റം ഉണ്ടാവില്ല. ഇപ്പം നേരം വെളുത്തിരിക്കാന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനി കണ്ണടച്ചിട്ട് പറയും ഇല്ല ഇപ്പോൾ ഇരുട്ടാണെന്ന് പറയും. അങ്ങനെ ഒരു അന്ത്യകാലത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇനി കർത്താവ് നമ്മളോട് ആരും രക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അത് നിങ്ങൾ ആദ്യം ആലോചിക്കും. ഇപ്പം ഞാൻ ഈ സുവിശേഷം പറയുമ്പോഴും നിങ്ങൾ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. മനസ്സിലായ? അല്ലാതെ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ദൈവം കണ്ടത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെയായത്. അപ്പം അതുകൊണ്ട് അവരെയും ദൈവം കാണുമ്പോൾ അവരും ഇതുപോലെ വരും. അതായത് അവർ തനിയെ ഇതിലേക്ക് വന്നു ചേരുമെന്നേ. ഈ ദൈവത്തിൻ്റെ രക്ഷയുടെ ഈ സുവിശേഷം ഈ അന്ത്യകാലത്ത് എല്ലാവരുടെയും ചെവിട്ടിയിലെത്തും. അപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുന്നത് ദൈവമാണ്. കർത്താവിന് ഒരുപാട് പേരൊന്നും ആവശ്യമില്ല അല്ലേ? അതായത് ഈ ലോക ജനതയിൽ വെറും 1.5 കോടി മാത്രമാണ് യഹൂദന്മാരുള്ളൂ. പക്ഷേ ഈ ലോകത്തിലെ അടിമ കൂട്ടങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കോടാനുകോടി ഉണ്ടല്ലേ? അപ്പോൾ പ്രഷ്യസ് ആയിട്ടുള്ള പലതും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പോൾ ആപ്പിൾ ഫോൺ അങ്ങനത്തെ ചിലതൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം പ്രൊഡക്ഷൻ തന്നെ വളരെ കുറവേ ഉള്ളൂ. അധികം പേർക്ക് അത് യൂസ് ചെയ്യാൻ കൊടുത്താൽ അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വളരെ പ്രഷ്യസ് ആണ് ഈ യഹൂദൻ എന്ന്. കുറച്ചേ കാണുള്ളൂ. അല്ലാണ്ട് ഈ ലോകത്തുള്ള എല്ലാവരെയും കർത്താവ് കൊണ്ടുപോകാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഏശയ്യ 53:3 വായിച്ചു നോക്കി. നിങ്ങളെപ്പോഴും പറയണ്ടല്ലോ യഹൂദര് യേശുവായെ കുറ്റം വിധിച്ചു, ക്രൂശിച്ചു, അതുകൊണ്ട് യഹൂദര് ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോവില്ല, അവർ ശത്രുക്കളെ പോലെയാണല്ലോ കരുതുന്നത്. പക്ഷെ ഏശയ്യ 53 വായിച്ചു നോക്കുകയാണെങ്കിൽ സ്വന്തം ജനത്താൽ യേശുവ തള്ളപ്പെടും. ഇതൊരു പ്രവചന നിവൃത്തിയാണെന്നേ. ദൈവത്തിൻ്റെ പ്ലാനുകൾ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ് എന്ന് യഹൂദന് അറിയില്ലായിരുന്നു അല്ലേ? അല്പകാലത്തേക്ക് യഹൂദൻ്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ആ കാരണം കൊണ്ട് ആണ് അവർ യേശുവിനെ കുറ്റം വിധിച്ചത്. പക്ഷേ യഹൂദർ കുറ്റം വിധിച്ചുവെങ്കിലും യേശുവായെ ക്രൂശിൽ കൊന്നത് യഹൂദനല്ല, അത് റോമാക്കാരായിരുന്നു. അത് പല ക്രിസ്ത്യാനികൾക്ക് ഇന്ന് അറിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് യേശുവ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചത്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ പിതാവേ എന്ന്. മനസ്സിലായോ? ലൂക്ക 23:34 വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ യേശുവായിൽ തന്നെ യഹൂദർ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിനോടുള്ള എരിവ് കൊണ്ടായിരുന്നു. അതായത് സർവശക്തനായ ദൈവം ഒരു മനുഷ്യരൂപത്തിൽ അവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയും ദൈവത്തിനോട് എരിവ് കാണിക്കുന്ന, സ്നേഹിക്കുന്ന ആ ജനതയുടെ കണ്ണ് തുറക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കില്ലേ? അവസാനം അത് അവർ അറിയും. അപ്പനും മക്കളും ഒന്നാവുകയും ചെയ്യും. അപ്പോൾ ദത്തെടുത്ത നമ്മൾ, മനസ്സിലായോ? അപ്പോൾ ദത്തെടുത്ത നമ്മൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മക്കളോട് ചേരണം. അല്ലാതെ സ്വന്തം മക്കളെ അപ്പൻ്റെ അടുത്ത് കുറ്റം പറയാൻ നിന്നാൽ അപ്പൻ നമ്മളെ തള്ളിക്കളയേ ചെയ്യുള്ളൂ, നമ്മളെ സ്വീകരിക്കില്ല. മനസ്സിലായോ? ഇന്നും അവർ ആ ദൈവത്തോടുള്ള എരിവ് കാത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവരുടെ കൂടെയുണ്ട്. നമുക്കത് ദിവസവും ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഉണ്ടായ ആ സ്ഫോടനം അല്ലേ?
ബോംബ് ബ്ലാസ്റ്റ് അതിൽ ആ തീവ്രവാദികൾ 5 ബസ്സിൽ വെച്ചില്ല, 9 AM എന്നായിരുന്നു അവർ വെച്ചിരുന്നത് ആ അലാം. പക്ഷെ അത് 9 PM എന്നാക്കി മാറ്റി അല്ലേ. അവർ വിശ്വസിക്കുന്ന യൂദ് ഹേ വവ് ഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം, നമ്മൾ മനസ്സിൽ കരുതുന്ന യഹൂദൻ്റെ ദൈവം അല്ലേ, ആ സർവശക്തനായ ദൈവം അവർ കൂടെ ഉണ്ടെന്നുള്ള 100% അല്ലേ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ടാർജറ്റ് ഈ ഇസ്ലാം തീവ്രവാദികൾ ചെയ്യുമ്പോൾ 9 മണിക്ക് ശബാത്ത് ദിവസം 9 മണിക്ക് ആ ബസ്സിലൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും. ഇത്ര പേടുത്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടി അവർ ചെയ്തത് 9 PM ആയിട്ട് ഒരൊറ്റ ജീവൻ പോലും പൊളിഞ്ഞു പോകാതെ ദൈവം കാത്തു ബസ് നിർത്തി ഇട്ടിരുന്ന സ്ഥലത്ത് അല്ലേ. മനസ്സിലാക്കി അത്. അപ്പം ആ ഒരു സ്നേഹം ഇപ്പോഴും നമ്മളത് കാണുകയാണ്. ഈ എല്ലാവരും അവരെ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം. അപ്പോൾ അവരെ ഇഷ്ടമില്ലാനായിട്ടാണോ ദൈവം കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ യഥാർത്ഥ ദൈവഭക്തിയിൽ പരിശീലനം നേടുന്ന ഒരു ദൈവ പൈതലിന് മനസ്സിലാകും യഹൂദൻ്റെ വില. യഹൂദനെ പിഞ്ചെല്ലണം എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് ആ പൈതലിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പുതിയ നിയമസഭയുടെ ആലയം നമ്മളാണ് അല്ലേ. അപ്പോൾ ദൈവം നമ്മളിലാണ് വസിക്കുന്നത്. ദൈവസഭ എന്നാൽ ഒരു ആലയമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. 2 or 3 പേർ ഒരുമിച്ച് ചേർന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ദൈവസഭ. മനസ്സിലായ എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ് ദൈവം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവസഭ പണിയുന്നത് അവിടുത്തെ ആത്മാവാണ്, അവിടുത്തെ വചനമാണ്. അല്ലാണ്ട് ഈ മനുഷ്യരല്ല ദൈവസഭ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ കർത്താവിനെയല്ല. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3:9-10 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന്. അതായത് ദശാംശം നിങ്ങൾ കൊടുക്കുന്നത് പാപമാണ്. മനസ്സിലായ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 24 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ പ്രസംഗം കൊണ്ട് അവർ 1 മണിക്കൂർ കൊണ്ട് വാങ്ങിച്ചെടുക്കുകയാണല്ലേ, ദശാംശം എന്ന പേരിൽ അല്ലേ. അപ്പോൾ എന്താണ് സുവിശേഷം പറയുന്നത്? ശാന്തരായി സുവിശേഷം പ്രസംഗിക്കുന്നവർ ജോലി ചെയ്ത് ഭക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. പൗലോസ്ലീഹ പോലും കൂടാര പണി ചെയ്തുകൊണ്ടാണ് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇത്ര തിരക്കുള്ള പൗലോസ്ലീഹ പോലും. അപ്പോൾ പുതിയ നിയമത്തിൽ ദശാംശം എന്ന ഒന്നില്ല. ഇപ്പോൾ ദശാംശത്തിന് വേണ്ടി പാസ്റ്റർമാർ പഴയ നിയമം എന്താ ചെയ്യുക? പഴയ നിയമമാണ് അവർ കട്ടെടുക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ പള്ളിയിലും കാണും നേർച്ചപ്പെട്ടി, അതുപോലെ തന്നെ കുർബാന മധ്യയുള്ള പിരിവ് അല്ലേ. ഇതൊക്കെ ഈ ദശാംശം കൊടുക്കൽ ശരിയല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അല്ലേ. ദശാംശം എന്ന് പറഞ്ഞത് അത് എന്താ പറയുക, സീനായ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൊടുത്ത നിയമങ്ങളിൽ പറ്റിയതായിരുന്നു. 613 പ്രമാണങ്ങൾ കൊടുത്തിരുന്നു. അതിൽ ഉള്ള ഒരു പ്രമാണമാണ് ഈ ദശാംശം കൊടുക്കുക എന്നുള്ളത്. ഇനി അവിടെ സംഖ്യ 18-21 വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് ദശാംശം ആർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാത്തവർക്ക് കൊടുത്ത പാപമാണെന്ന് പറയുന്നുണ്ട്. ലേവ്യർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട്? അപ്പോൾ ലേവ്യ പുരോഹിത ഇതിന് കൊടുക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. അതായത് 12ാമത്തെ ഗോത്രമായ ലേവ്യർക്ക് ഇസ്രായേലിൽ ഒരു അവകാശവും ഇല്ലായിരുന്നു. ജോഷുവ സ്ഥലം പങ്കുവെച്ചപ്പോൾ അവർക്കൊന്നും കൊടുത്തിരുന്നില്ല ദൈവകൽപ്പനയാൽ. അപ്പോൾ ദൈവം കൽപ്പിച്ചു, ഈ ലേവ്യര് പുരോഹിത വൃത്തി ചെയ്യുന്നതിനാൽ അവർക്ക് വേറെ വരുമാനം ഇല്ലാത്തതിനാൽ അവർക്കാണ് ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. മറ്റാർക്കും ദശാംശം കൊടുക്കരുതെന്നും അത് പാപമാണെന്നും പറയുന്നുണ്ട് അവിടെ. മനസ്സിലായോ? ഈ ലേവ്യ പുരോഹിതത്തിന് കൊടുക്കണം എന്ന് പറയാൻ കാരണം ഇന്നത്തെ പുരോഹിതന്മാരുടെ പോലെ സുവിശേഷം പ്രസംഗിക്കുക അത് ആയിരുന്നില്ല ഈ ലേവ്യ പുരോഹിതർ. അത് മാത്രമായിരുന്നില്ല അവരുടെ പണി. അവർക്ക് അന്ന് ഒരുപാട് യാഗം അർപ്പിക്കണമായിരുന്നു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് യഹൂദർക്ക് ദേവാലയത്തിൽ ഒരുപാട് മൃഗങ്ങളെ കൊണ്ടുവരും യാഗം അർപ്പിക്കാൻ. അപ്പോൾ അവരെ അതിന് കുറേ ദൂരെ കൊണ്ടുപോയിട്ടാണ് അവരവിടെ അറുക്കുക. അതിനുശേഷം അത് തിരിച്ചു കൊണ്ടുവന്ന് ദേവാലയത്തിലാണ് ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് പണി. പിന്നെ ഒലീവ്, അവിടെ കെടാവിളക്കായിട്ട് ഒലീവിൻ്റെ എണ്ണയായിരുന്നു വിളക്കിലൊഴിച്ചിരുന്നത്. അപ്പോൾ ഒലീവിൻ്റെ ചക്ക് ആട്ടിയിരുന്നത് മൃഗങ്ങളല്ല. ദേവാലയത്തിൽ മൃഗങ്ങളെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവിടെ മനുഷ്യനാണ് ആ ദേവാലയത്തിൽ ഒലീവിൻ്റെ ചക്ക് ആട്ടിയത്. മനസ്സിലായോ? അതുപോലെ ദേവാലയം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത്ര എരിവുണ്ടായിരുന്നു അവർക്ക് ദേവാലയത്തോട്. അപ്പോൾ അത് കഴുകണം അല്ലേ. അപ്പോൾ കഴുകണമെങ്കിൽ വെള്ളം ശിലോഹാ കുളത്തിൽ നിന്ന് ചുമന്ന് കൊണ്ടുവരണമായിരുന്നു. ഇതുപോലെ ഒരുപാട് പിടിപ്പത് പണിയുണ്ടായിരുന്നു ഈ ലേവി പുരോഹിതത്തിന്. അല്ലാതെ ഇന്നത്തെ പുരോഹിതന്മാരുടെ പോലെ
ഇന്നത്തെ പാസ്റ്റർമാരുടെ പോലെ ഫ്ലൈറ്റിലൊക്കെ മറ്റും പോയി സുവിശേഷം പ്രസംഗിച്ച് ഇരുട്ട് നരകത്തിലേക്ക് അവരെ കൊണ്ടുവരികയല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? പിന്നെ തിരുവചനം പറയുന്നത് എന്താണ്? നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം എന്നാണല്ലേ. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഈ കർത്താവിന് താമസിക്കാനായിട്ടൊരു ദേവാലയം കെട്ടി പത്രാസ് കാണിച്ചോട്ട് കൂലിപ്പണി എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുകയാണ് ഇന്ന് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ ഞാൻ ദശാംശം കൊടുക്കേണ്ടത് ഇല്ലായ്മയിൽ കിടക്കുന്നവർക്കാണ് നമ്മൾ പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് ദശാംശം അല്ലാതെ ഈ പുരോഹിത എന്താ പറയുക, ദൈവത്തിനെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ഈ കള്ളക്കൂട്ടങ്ങൾക്ക് കർത്താവ് എന്താ പറഞ്ഞത്? കവർച്ചാഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എൻ്റെ ദേവാലയം എന്നാണ് അല്ലേ. അപ്പം അവർക്ക് കൊടുക്കുന്നത് തെറ്റാണ്. ഈ അന്ത്യകാലത്ത് മനുഷ്യൻ വഞ്ചിക്കപ്പെടാണ് ചെയ്യുന്നത്. അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനെ ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? ദൈവഭക്തിയിൽ പരിശീലനം നേടുന്നവർ എന്താ ചെയ്യേണ്ടത്? തൻ്റെ ആത്മാവിനെ വളർത്താനായിട്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായി? അപ്പോഴാണ് അൺകോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവുകയും അതിലൂടെ ദൈവാത്മാവ് കൺട്രോൾ ചെയ്യാൻ നിൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയും നിൻ്റെ ബോഡിയെ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവഭക്തിയിൽ പരിശീലനം നേടുള്ളൂ. മനസ്സിലായോ? ദൈവത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യം നിൻ്റെ ശരീരത്തെയല്ല, നിൻ്റെ ആത്മാവിനെയാണ്. പക്ഷെ നിന്റെ ശരീരത്തിന് ആവശ്യമുണ്ട്. എന്തിനാണ്? അത് സാത്താനോട് യുദ്ധം ചെയ്യാനായിട്ട്, പോരാടുവാനായിട്ട്. മനസ്സിലായി? അപ്പോൾ ശരീരത്തിനാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പടവെട്ടിയാൽ ആത്മാവിനാണ് ഗുണം. മനസ്സിലായി? നമ്മളെല്ലാം അപ്പൻ്റെ മക്കളാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കണം, നിൻ്റെ ദൈവം ആരാണ്? നീ ഈ പ്രതിമയിലൊക്കെയുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന നിൻ്റെ ദൈവം ശരിക്കും ആരാണ്? അത് കണ്ടെത്താൻ പറ്റിയാൽ യഹൂദൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം, സർവ്വവ്യാപിയാണ്, ആത്മാവാണ് എന്നുള്ള സത്യം, അത് ഒരു രൂപത്തിന്മേൽ കയറിയിരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ അവനാണ് ഒരു ദൈവ പൈതൽ അല്ലേ. ഇനി ജാതികൾക്ക് രക്ഷയില്ല എന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ജാതികൾക്ക് രക്ഷയുണ്ട്. അത് എങ്ങനെയാണ് രക്ഷയുള്ളത്? യഹൂദൻ്റെ ദൈവത്തിനെ ഏറ്റുപറയണം, യഹൂദനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. നമ്മളിപ്പോൾ ബൈബിളിൽ നമ്മൾ എപ്പോഴും ദൈവം ഞാൻ യഹൂദൻ്റെ ദൈവമാണ്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ. അപ്പോൾ യഹൂദനാണ് വില, നിനക്കല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ദൈവം പോലും അങ്ങനെ ഒരു ക്രെഡിറ്റോട് കൂടി, അല്ലാണ്ട് ക്രിസ്ത്യാനിയുടെ ദൈവം എന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ യഹൂദൻ്റെ ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ ആ യഹൂദൻ്റെ വില ഒന്ന് മനസ്സിലാക്കി. ഇനി ഏശയ്യ 55:3 വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയും ജാതികൾക്ക് രക്ഷയുണ്ട്. എങ്ങനെ? നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, അപ്പോൾ ദാവീദിനോട് എന്ന പോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ ഒരു സ്നേഹം കാട്ടും. മനസ്സിലായോ? അത് എൻ്റെ വാക്ക് കേൾക്കുവിൻ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വാക്ക്? അവിടെ തന്നെ ഏശയ്യ 56:1-3 വരെയുള്ള വാക്ക് പറയുന്നുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വാക്ക്? നീതി പ്രവർത്തിക്കുക, ന്യായം പാലിക്കുക, ശബാത്ത് അശുദ്ധമാക്കാതെ മുറുകെ പിടിക്കുക, ദൈവഹിതം അങ്ങനെ അനുവർത്തിക്കുക. മനസ്സിലായോ? അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുമ്പോൾ ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെ കൂടി ഞാൻ ശേഖരിക്കുമെന്ന തിരുവചനത്തിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദശാംശം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പള്ളിയിലും ആയാലും എന്താ കാണുന്നത്? അതായത് ഇന്ന ഒരു സാധനം സഭയിൽ വാങ്ങിക്കണം, അപ്പോൾ അതിനൊരു 10,000 രൂപ ചിലവുണ്ടെങ്കിൽ ഒരു 10 പേരെങ്കിലും പറയാണ് 10,000 രൂപ വെച്ച് തായോ എന്ന് പറയുമ്പോൾ 1,00,000 രൂപ കിട്ടിയില്ലേ. എന്നിട്ട് 10,000 രൂപയ്ക്ക് ആ സംഭവം വാങ്ങിച്ചിട്ട് ബാക്കി 90,000 രൂപ അവരെന്താ ചെയ്യുന്നത്? അവർ കക്ക ചെയ്യുന്നേ. കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റുകയാണ് ഇന്ന് ആലയത്തെ ചെയ്യുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് എന്താണ് യഥാർത്ഥമായ ദശാംശമെന്ന്. ഇനി അതുപോലെ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവദാസന്മാർ അവർക്ക് പ്രാപ്തിയില്ലാത്തവരുണ്ടാവും. ദൈവവചനം പറഞ്ഞ് നടക്കുന്നവർക്ക് ഒട്ടും കഴിവില്ല. അവരെ ഒന്നും പൈസ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2 Corinth 9:7 വായിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കണം. അത് സങ്കടത്തോടെ കൊടുക്കരുതെന്ന്. ഇപ്പോൾ ദേവാലയം പണിയാനായിട്ട് ഓരോരുത്തർ പറയില്ലേ, നിങ്ങൾക്ക് ഇത്രയും ഉണ്ടോ, നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട്, ഒരു 10,000 രൂപ വരുമാനം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 5,000 രൂപ പള്ളിക്ക് കൊടുക്കുക.
കൊടുക്ക്, അല്ലെങ്കിൽ 3000 രൂപ കൊടുക്ക് എന്ന് പറയുമ്പോൾ ഈ പിച്ചച്ചട്ടിൽ കൈയിട്ട് വാരുമ്പോൾ അവൻ്റെ ഉപജീവനത്തിന് അവൻ മാറ്റി വെച്ചിരിക്കുന്ന തുക സങ്കടത്തോടു കൂടി, ഒട്ടും ഇഷ്ടമില്ലായ്മയോടുകൂടിയാണ് ഇന്ന് കൊടുക്കുന്നത്, പേടിച്ചിട്ട്. മനസ്സിലായോ? അപ്പോൾ ദൈവവചനം പറയുന്നത് അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്ക്, അതൊട്ട് സങ്കടത്തോടെ ആവരുതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:6 വായിക്കണമെങ്കിൽ വചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാത്തിൻ്റെ ഒരു ഓഹരി കൊടുക്കണം. അപ്പോൾ അവർ ഇത് പൊക്കി പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വചനം പഠിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ ഓഹരി തരണം, ദശാംശം തരണമെന്ന്. പക്ഷെ അവിടെ അർത്ഥമാക്കുന്നത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണമെന്നാണ്. വചനം പഠിപ്പിക്കുന്നവരുമായിട്ട് എല്ലാം ഷെയർ ചെയ്യണമെന്ന്, എല്ലാ നല്ല കാര്യങ്ങളും പങ്കുവെക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ പല സ്ഥലത്തും അർത്ഥം മാറ്റി കുറിച്ചുകൊണ്ടാണ് ദശാംശം ആവശ്യപ്പെടുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-35 ആ വാക്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് എന്താണ് പറയുന്നത്? അവിടെ ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? എന്നിട്ട് വലതുഭാഗത്തുള്ളവരോട് പറയാണ്, എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് തിന്നാൻ തന്നു, കുടിക്കാൻ തന്നു, എനിക്ക് നഗ്നനായപ്പോൾ വസ്ത്രം തന്നു, എന്നെ കാരാഗ്രഹത്തിൽ വന്ന് സന്ദർശിച്ചു ഒക്കെ അല്ലേ? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ എപ്പോഴാണ് ഞങ്ങൾ ചെയ്ത ദൈവമേ എന്ന്. അപ്പം എന്താ അവിടെ കർത്താവ് പറയുന്നത്? അതായത് ശരിക്കും മത്തായി സുവിശേഷം 25:40 പറയുന്നുണ്ട്, എൻ്റെ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്തു തന്നതെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ സഹോദരരിൽ ആരെങ്കിലും ഇല്ലായ്മയിൽ കിടക്കുന്നതാണ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അവർക്കാണ് ദശാംശം കൊടുക്കേണ്ടതെന്നല്ലേ പുതിയ നിയമത്തിൽ പറയുന്നത്. മനസ്സിലായോ? അതുപോലെ ഇടതുഭാഗത്തുള്ളവരോട് പറയാണ്, കർത്താവേ എപ്പോഴാണ് ഞങ്ങൾ അങ്ങേ വിശന്ന് കണ്ടത്? ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയും കർത്താവ് എടുത്തു പറയാണ്, ഈ എളിയവരിൽ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്കാണ് ചെയ്യാതിരുന്നതെന്ന്. എന്നിട്ട് പറയാണ് വലതുഭാഗത്തുള്ളവരോട് പറയാണ്, നീതിമാന്മാരെ നിങ്ങൾ നിത്യജീവനിലേക്ക് കിടക്കും. അതുപോലെ ഇടതുഭാഗത്തുള്ളവരോട് പറയാണ്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകുന്ന പറയണത്. അപ്പോൾ ദശാംശം കൊടുക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ് ദൈവത്തിൽ നിന്നും പറഞ്ഞിട്ട് വീണ്ടും ഈ ഓരോരുത്തർക്ക് പാസ്റ്റർമാർക്ക് വളരാൻ വേണ്ടി കൊടുത്ത് അവരെ മന പോലെ വളർത്തുമ്പോൾ ശപിക്കപ്പെട്ടതാ ചെയ്യുന്നത്. പക്ഷേ ദശാംശം കൊടുക്കേണ്ടത് നിങ്ങളുടെ സഹോദരന്മാർക്ക്, വിധവകൾക്ക്, നിങ്ങളിൽ ത്രാണിയില്ലാത്തവർക്കാണ്. വ്യക്തമായിട്ട് കർത്താവ് പുതിയ നിയമത്തിൽ പറയാണ്, അവർക്കാണ് ദശാംശം കൊടുക്കേണ്ടതെന്ന്. മനസ്സിലായോ? അതായത് മനഃപൂർവ്വ ത്യാഗങ്ങൾ ഇല്ലാത്തവർക്കാണ് കൊടുക്കേണ്ടത്. അത് ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞു കൊടുക്കണമെന്നേ. അത് ആരും കാണിക്കാനല്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറഞ്ഞാൽ ഇന്നൊരു 10 രൂപ കൊടുക്കുന്നവന് യൂട്യൂബിലും അവിടെയും അവന് ഫേമസ് ആവാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടാണ് കൊടുക്കണേ. ഇത് വാങ്ങിക്കുന്നവൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കി. ആ ഒരു മാനസിക വിഷം അത് നിങ്ങളുടെ തലയിൽ തന്നെ തീ കൂട്ടിയിടാണ് ചെയ്യുന്നത് നിങ്ങൾ. മനസ്സിലായോ? ഒരുവൻ കൊടുക്കുന്നത് മറ്റൊരുവൻ അറിയല്ലേ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ദശാംശം കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പഴയ നിയമം എടുത്തോട്ട് വന്നിട്ട് ദശാംശം കൊടുക്കണം, കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് കർത്താവിന് കൊടുത്താൽ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്ന ആ ഒരു പരിശീലനം അല്ല. അപ്പം ഇതുപോലെയാണ് ദൈവ പൈതൽ പരിശീലനം നേടേണ്ടത്. ഈ അന്ത്യകാലത്ത് ഇതിൻ്റെയൊക്കെ അർത്ഥം മാറ്റി നിങ്ങളെ പഠിപ്പിക്കുന്നത് സാത്താനാണ്. മനസ്സിലാകുക? അപ്പം നമ്മളിതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ മടുത്തു പോകാൻ പാടില്ല. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. എന്താ ലൂക്ക 18:2 എന്താ പറയുന്നത്? യേശു അതായത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം കണ്ടെത്താൻ സാധ്യതയില്ല. ലോകം മൊത്തം കടന്നു പോകുന്നത് ദുഷ്ടതയിലേക്കാണ്. ആ 666 കിടന്ന് വട്ടം കുറങ്ങന്റെ ആ സാത്താൻ്റെ കയ്യിൽ പിടിച്ച് വിശാലമായി നരകത്തിലേക്കാണ് നടന്നു പോകുന്നത് അല്ലേ? 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കി. അതെങ്ങനെയാ? കർത്താവിൽ യേശുവായിൽ വിശ്വസിച്ചിട്ട് അവർ നടന്നു പോകുമ്പോഴാണ് അവർക്ക് സൗഖ്യം കിട്ടിയത്. അതുപോലെ വിശ്വസിച്ച് നടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ അതിൽ ഒരാൾ മാത്രമേ തിരികെ വന്ന് യേശുവായോട് നന്ദി പറഞ്ഞുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരാൾ അല്ലേ? അതുപോലെ കന്യകമാരെടുത്ത് നോക്കി 5 കന്യകമാരുടെ കയ്യിൽ മാത്രമാണ് അവർക്ക് കർത്താവ് വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കി വിളക്കിൽ അവർ എണ്ണ കരുതിയിരുന്നുള്ളൂ അല്ലേ?
അതുപോലെ ഈ യുഗാന്ത്യത്തെ പറ്റി എന്താ പറയുന്നത്? രണ്ടുപേര് എണ്ണ ആട്ടാണെങ്കിൽ ഒരാളെ കാണാതെ, അല്ലെ രണ്ടുപേര് കട്ടിൽ കിടക്കുകയാണെങ്കിൽ ഒരാളെ കാണാതെ. അപ്പോൾ ദൈവം എല്ലാവരും ദൈവം കൊണ്ടുപോവില്ല. മനസ്സിലായി? ദൈവം തിരഞ്ഞെടുക്കുന്ന വളരെ പ്രഷ്യസായ കുറച്ച് പേര്, അവരെ മാത്രമേ ദൈവം കൊണ്ടുപോവുള്ളൂ. അപ്പോൾ ദൈവഭയമുള്ള ദൈവ പൈതല്, സാത്താനെല്ല ഭയക്കേണ്ടത് ദൈവ പൈതല് എങ്ങനെയായിരിക്കണം? വിശ്വാസം പരിശീലിക്കേണ്ടത് ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രത്യേക വ്യൂയിൽ നിങ്ങൾ ബൈബിള് വായിച്ച്, അല്ലാണ്ട് എന്താ പറയുക, പരദൂഷണത്തിനോ മറ്റുള്ള അതിനൊന്നും ചെവി കൊടുക്കാൻ നമുക്ക് സമയമില്ലെന്നേ. നമ്മൾ ദൈവത്തെ എപ്പോഴും അന്വേഷിക്കണം. പുതിയ കണ്ടെത്തലുകൾ, ഒരു നിധി കൂമ്പാരമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് മുൻപ് അറിവില്ലാത്തവരായിരുന്നു, പക്ഷെ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രഷ്യസ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഏത് നിമിഷവും സാത്താൻ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകും. പ്രത്യേകിച്ച് മറ്റുള്ളവർ വഴിതെറ്റിക്കേണ്ട ആവശ്യം സാത്താനില്ല. കാരണം അവർക്കറിയാം, സാത്താനറിയാം അവരെല്ലാവരും നരകത്തിലേക്ക് എൻ്റെ കൂടെ വരുന്നു. പക്ഷേ ദൈവ പൈതൽ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങിയാൽ അവനെയാണ് സാത്താൻ വട്ടമിട്ടിട്ട്, എന്താ പിണമെവിടെയോ അവിടെ ആയിരിക്കും കഴുകന്മാരല്ലേ. അപ്പോൾ അവന് അറിയാം ആരൊക്കെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ആ ബുദ്ധിമാന്മാരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഈ വിശ്വാസം നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അപ്പോൾ നമ്മൾ എന്നും എല്ലാ ദിവസവും നമ്മൾ ദൈവാത്മാവുമായിട്ട് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ആവണം. മടി കൊടുക്കരുത്. ഒരു ദിവസം മടി കൊടുത്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പണായി കിട്ടും. അതിലൂടെ നമ്മുടെ സാത്താൻ കയറി വന്ന് നമ്മളെ വഴിതെറ്റിക്കും. അപ്പോൾ എല്ലാവരും വിശ്വാസ പരിശീലനം നേടേണ്ടത് ആത്മീയതയിലൂടെയാണ്. മറ്റുള്ളവരെ നോക്കിയിട്ടല്ല, ദൈവമായിരിക്കണം നമ്മുടെ മുൻപിൽ നടക്കേണ്ടത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ അവസാന നിമിഷം പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഭയക്കണം. നമ്മൾ ദൈവത്തെ ഭയക്കണം. അപ്പോൾ നമുക്ക് തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ദൈവാത്മാവിനാൽ. അല്ലാതെ ലോകത്തിൻ്റെ ആ ഒരു വഴിക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ശ്രദ്ധ തെറ്റിയോ അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യും നമ്മുടെ സാത്താൻ. അപ്പോൾ എല്ലാവരും അലർട്ടായിട്ടിരിക്കുക. എല്ലാവരും വിശ്വാസ പരിശീലനം ആത്മീയത കൊണ്ട് ചെയ്യുക. നമ്മുടെ ക്രിസ്ത്യാനിയും യഹൂദരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദൈവത്തോടുള്ള ആ എരിവ് ക്രിസ്ത്യാനിക്ക് ഇല്ല. യഹൂദനുള്ള എരിവ്. യഹൂദന്മാരെ നിങ്ങൾ നോക്കണ്ട, അവരെന്തായാലും സ്വർഗത്തിൽ പോകും. പക്ഷെ അവരുടെ കൂടെ നമ്മളെയും കൂടെ ഒട്ടിച്ചേർന്ന് നമുക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഈ സാത്താൻ നമ്മളെ മുഖ്യ ശത്രുവാക്കിയേക്കണത്. യഹൂദന്മാരെ മുഖ്യ ശത്രുവാണ്. അത് ശരീരത്തിൻ്റെ കാര്യത്തിൽ അവരെ കൊല്ലുക എന്നാണ് സാത്താൻ്റെ ലക്ഷ്യം. പക്ഷേ നമ്മളുടെ ആത്മീയത, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കലാണ് സാത്താൻ്റെ ലക്ഷ്യം. അപ്പോൾ സാത്താൻ്റെ വഴിയെ പോകാതിരിക്കാൻ എല്ലാവരും ആത്മാവിനാൽ പ്രാക്ടീസ് ഉള്ളവരാകണം. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ എൻ്റെ വീഡിയോ കഴിയുമ്പോഴും നമ്മൾ ഹെബ്രായ ഭാഷ പഠിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആ വാക്ക് എന്നാൽ ബോക്കർത്തോ, അതായത് ഗുഡ് മോർണിംഗ്. നമ്മൾ പറഞ്ഞല്ലോ, പ്രകൃതി ഉണരുന്നതിന് മുൻപേ വെളുപ്പിന് നമ്മൾ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉണർന്നെഴുന്നേക്കണം. 1 മണിക്കൂറെങ്കിലും നമ്മളുടെ ആത്മാവിനെ ഉണർത്തി നമ്മൾ ദൈവവുമായിട്ട് ആ കണക്ട് ചെയ്യിപ്പിച്ച് ആ ഒരു ആത്മീയ വിശുദ്ധി കൊണ്ടു നടത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയൂല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പ എന്ന് പറയില്ലേ. അപ്പം നമ്മളത് ഹീബ്രു ഭാഷയിൽ നമ്മൾ പറയുന്നതാണ് ബോക്കത്തോ അബ എന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ അബ.